അങ്ങനെ ഞങ്ങൾ പുനലൂരേക്കുള്ള യാത്രയുടെ ഇടയിൽ ഇതേണ്ട ആ ഒരു നമ്മുടെ സ്പൈസിയിൽ നിർത്തിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. അവിടുത്തെ പെരിപ്പരി ചിക്കൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും പെരിപ്പരിയൊക്കെ ഓർഡർ ചെയ്തിട്ട്, പെരിപ്പരി അല്ല ഇപ്പം ബ്രോസ്റ്റഡ് ആണ് മേടിച്ചിട്ടുള്ളത്. ആദ്യക്ക് പെരിപ്പരിയും എനിക്ക് ബ്രോസ്റ്റഡ് മേടിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ മേടിച്ചിട്ട് ഇതിൻ്റെ വണ്ടിയുടെ ഡിക്കിൽ വെച്ച് അടച്ചിട്ട് ഞങ്ങൾ പോരുകയാണ്. പിന്നെ അങ്ങനെ നോമ്പ് മുറിക്കുന്ന സമയത്തേക്ക് ഞങ്ങൾ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് നോമ്പ് മുറിക്കാൻ കേട്ടോ. അപ്പം ഏകദേശം പുനലൂർ എത്തിയിട്ടുണ്ട്. ആദ്യയുടെ ബിസ്ക്കറ്റ് നോമ്പ് മുറിച്ച ഉടനെ എന്തുവാ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പ് മുറിച്ച ഉടനെ ലേസ് ഒന്നും കഴിക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ലേസ് ഒക്കെ ഒഴിവാക്കി ആദ്യം ബോർബൺ ബിസ്ക്കറ്റ് കൊണ്ടുവന്നപ്പോൾ അതാണ് കേട്ടോ കഴിച്ചത്. ചക്കവറ്റലുണ്ട്, ചക്കവറ്റൽ കൊണ്ടുപോകാനേ അപ്പൊ ഇതേ വിശാലമായിട്ടുള്ള നോയമ്പ് തുറയാണ്. വഴിയരികിൽ എന്തത്ര വിശാലമായിട്ട് കഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇനിയും ഡ്രൈവ് ചെയ്ത് പോകാനുള്ളതല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുഴപ്പമില്ല, ആദ്യം ഷോൾട്ടുള്ളതുകൊണ്ട് എല്ലാരും വിചാരിക്കും നോയമ്പ് തുറക്കുവാന്ന്. ഇത് തിന്നാൻ തന്നെ ഞാനതുകൊണ്ട് ഇന്ന് പലഹാരം മേടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മള് വേണ്ട വെറൈറ്റി അത് തന്നെ, എല്ലാ പലഹാരം ഉണ്ട്, എല്ലാം ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, ഈന്തപ്പഴം ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. നാട്ടുകാരെല്ലാം നോക്കും, എല്ലാവർക്കും അറിയാം നോമ്പ് തുറക്കുന്നത്. എല്ലാരും ചോദിക്കും റോഡിൽ വെച്ചെന്തോ ഇത്രയും വിശാലമായിട്ട് നോയമ്പ് പറയുന്നത്. ഓറഞ്ച്, ഈന്തപ്പഴം, പഴം. നമ്മുടെ ടേബിള് സ്കൂട്ടിയാണ്. ഇതെല്ലാം കുറച്ച് കഴിച്ചിട്ട് നമ്മളൊന്ന് കൂളായിട്ട് പോകും. നോമ്പ് തുറയില്ല, ഞാൻ റോഡിലായിരിക്കുമോ പടച്ചോനെ. സാധാരണയായിട്ട് വീട്ടിൽ ഇരുന്ന് നല്ലപോലെ ഒന്ന് നോമ്പ് മുറിക്കാം. സൺഡേ അന്നിനി എവിടെയാണെന്ന് ആർക്കറിയാം. ഓക്കെ, അങ്ങനെ ഞാൻ വീടെത്തിയിട്ട് മക്കൾക്ക് ബ്രോസ്റ്റഡ് കൊടുക്കാൻ കേട്ടോ. മക്കൾക്ക് ഇതിൽ പല സന്തോഷമൊന്നുമില്ല. പൊരിപ്പൊന്നും ഞാനില്ലാത്തതുകൊണ്ട് പൊരിപ്പൊക്കെ കമ്മിയാണല്ലോ. അപ്പോൾ ബ്രോസ്റ്റഡ് കണ്ടപ്പോഴത്തേക്ക് മക്കൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അവിടെ റോഡിൽ വെച്ച് നോയമ്പ് മുറിച്ചതാണ് കേട്ടോ. നോയമ്പ് മുറിച്ചിട്ട് വന്നു, കുളിച്ച്, തുണിയഴി, നമസ്കരിച്ച്, എന്നിട്ടൊക്കെ വന്നിട്ട് ഇത് ഇപ്പോഴാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. തന്നെ കുടിക്കാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. നമസ്കരിക്കാണ്ടൊരു സമാധാനം ഇല്ല. 9 മണിയായിട്ടുണ്ട്. 9 മണിയായിട്ടുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പച്ചിലോട്ട് നോക്കിയാൽ മതി. നല്ല തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. ബ്രോസ്റ്റഡ് ഇരിപ്പുണ്ട്. അപ്പം മക്കള് അവരുടെ ആവശ്യത്തിനുള്ളത് കഴിച്ചിട്ട് ബാക്കി വെച്ചേക്കാണ്. പിന്നെ അവിടെ എന്താണ്ടൊക്കെ പൊരിപ്പൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ബാക്കിയൊക്കെയാണ്. ഒന്നുമില്ല ഗൈസ്, പൊരിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ഇല്ലാത്തോണ്ട് പൊരിപ്പൊക്കെ കമ്മിയാണ്. പിന്നെ നമുക്കിനി ജ്യൂസ് അടിക്കാം. പഴം അവിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ആ പഴം എടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പം അത് ജ്യൂസ് അടിച്ച് കുടിക്കുക, ഈ ബ്രോസ്റ്റഡ് കഴിക്കുക, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങുക, അത്രേ ഉള്ളൂ.